സൈനിക വിവരങ്ങൾ ചോർത്തിയതിന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരൻ അറസ്റ്റിലായിരിക്കുന്നു. സത്യേന്ദ്ര സിവാൽ എന്നയാളാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റേതാണ് നടപടി. വിവരങ്ങൾ ഭീകര സംഘടനയായ ISIക്ക് ചോർത്തി നൽകി എന്നാണ് കണ്ടെത്തൽ. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അതീവ ഗൗരവമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാന്റെ ചാര സംഘടനയായ ISIക്ക് ചോർത്തി നൽകിയ കേസിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ സത്യേന്ദ്ര സിവാൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരനാണ് ഇയാൾ അവധിക്കായി നാട്ടിൽ എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തി നൽകിയതായുള്ള വിവരം ഈ ഉത്തർപ്രദേശ് ATSന് ലഭിച്ചത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് ATS സ്വതന്ത്രമായി വിവരശേഖരണം നടത്തുകയും ഇത് ശരിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മീററ്റിലെ ഓഫീസിലേക്ക് ഇയാളോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. മീററ്റിലെ ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് ATS രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർണായകമായ രഹസ്യങ്ങൾ ഇയാൾ ISIക്ക് ചോർത്തി നൽകി എന്നാണ് ഈ ATS നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പണത്തിന് പകരമായാണ് ഇയാൾ ഈ വിവരങ്ങൾ നൽകിയത് എന്നും ATS വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശ് ഹാപ്പൂർ സ്വദേശിയാണ് ഇയാൾ. 2021 മുതൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരനായി ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇയാളുമായി ISI ബന്ധം സ്ഥാപിക്കുകയും ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ നൽകുന്നതിന് പകരമായി പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നും ഇതിന് ഇയാൾ വഴങ്ങുകയും ഈ നൽകിയ വിവരങ്ങൾക്ക് പകരമായി പണം കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എത്രത്തോളം പ്രധാനപ്പെട്ട ഏതെല്ലാം രഹസ്യങ്ങളാണ് ഇയാൾ നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ATS ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ ISIക്ക് സഹായം നൽകുന്ന തരത്തിൽ മറ്റ് ആളുകൾ കൂടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നുമാണ് ATS അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.